അക്രമത്തിന് നടപടിയെടുക്കേണ്ടത് ആരാണ്? അക്രമത്തിന് നടപടിയെടുക്കേണ്ടത് ആരാണ്? സ്വാഭാവികമായും അക്രമത്തിന് നടപടിയെടുക്കേണ്ടത് പോലീസാണ്. പോലീസിന് പരാതി, പക്ഷേ ഭീഷണി നിലനിൽക്കുന്ന പണിയെടുക്കാൻ കഴിയാത്ത നടപടിയെടുക്കേണ്ടത് പോലീസാണല്ലോ. ആ പോലീസ് ഈ മറിയുമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണല്ലോ. അപ്പൊ പോലീസ് നടപടിയെടുക്കാത്തതിന് KCBക്ക് നടപടിയെടുക്കാൻ കഴിയുമോ MG സുരേഷ് കുമാർ? പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. അത്തരത്തിൽ നിരന്തരമായ അക്രമത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ ജീവനക്കാർക്ക് പണിയെടുക്കാൻ കഴിയാത്ത സുരക്ഷാ ഭീഷണി ഉള്ളത് നിരന്തരം എന്ന് പറഞ്ഞു. 2024 ജൂൺ മാസം 4-ാം തീയതിക്ക് മുമ്പ് എത്ര തവണ ഈ നിരന്തരം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? ഒരൊറ്റ FIR അല്ലേ താങ്കൾ പറയുന്നത്? 2022 2 വർഷത്തിന് മുമ്പുള്ള ഒരു ഒഫൻസ് അല്ലാതെ 2 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു കേസോ പരാതിയോ KCBക്ക് ഉണ്ടോ? അതായത് ഈ പറയുന്ന നിരന്തരം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസവും അവിടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പോലീസ് പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു 3 മാസം മുമ്പും ഇതേപോലെ കൊടുത്ത് തീർക്കുക എന്ന രൂപത്തിലല്ല സംഭവിച്ചിട്ടുള്ളത്. അല്ല, വെറുതെ പറയരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇല്ല, വഴക്കുണ്ടാക്കാൻ പോരില്ലോ. അവനല്ല കറണ്ട് ബില്ലൊന്നും അങ്ങനെ അടക്കല്, ഞങ്ങളാണ് വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാറുള്ളത്. ഈ പ്രാവശ്യം മാത്രം അവൻ്റെ നമ്മളെ കടയിലുള്ള ആളെ ഏൽപ്പിച്ച് ചെയ്യാൻ പറഞ്ഞത് സമയം വൈകിപ്പോയതാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റാണ് ഈ ഒരു ദിവസം വൈകിപ്പോയത്. നമ്മളങ്ങനെ അടക്കാൻ വൈകലോ ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാവില്ല. ഈ അജ്മലൊന്നും പോയിട്ട് അടക്കലും അങ്ങനെയൊന്നും ചെയ്യലുമില്ല. പൈസ ഓൺലൈനിലൊക്കെ അടക്കുകയാണെങ്കിൽ ഓരോ ഫോണിൽ നിന്ന് അത് അടച്ചു കൊടുക്കുന്നല്ലാതെ അവർ പോയ ഇവരുമായിട്ട് സംസാരിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. സുരേഷ് കുമാർ പറയുന്നതിന് നിയമപരമായ സാങ്ക്ടിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ബോധ്യപ്പെട്ടോ? 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, അതിനുശേഷം സുരക്ഷ എന്നുള്ളത് ഉദ്യോഗസ്ഥന്റെ സുരക്ഷയായിട്ട് അതിനെ ബന്ധിപ്പിക്കുക, ഒടുവിൽ അദ്ദേഹം തന്നെ അക്രമം എന്ന് പറയുക. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത് മുഹമ്മദ് ഇബ്രാഹിം അഭിഭാഷകൻ? ഇങ്ങനെ ഒരു തഹസീൽദാറിന്റെ ഒരു നീക്കം നിയമപരമായി നിലനിൽക്കുന്നതാണോ? അത് നിയമവിരുദ്ധമല്ലേ? നോക്കൂ അരുൺ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്നത് 7 മണിക്കാണ്. 7 മണി വരെ സുരക്ഷാ ഭീഷണിയുണ്ട്. 7:30 ആയപ്പോൾ സുരക്ഷാ ഭീഷണി കഴിഞ്ഞോ? അതാണ് എൻ്റെ ലോജിക്കലായ കൺക്ലൂഷൻ. കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഇത് ചർച്ച ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് നാട്ടുകാർ ഇത് ചർച്ച ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഇങ്ങനെ ഒരു ഉണർവുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആ വീട്ടിൽ കറണ്ട് എത്തില്ലായിരുന്നു. ഇത് വസ്തുതയാണ്. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിയമത്തിലേക്ക് വന്നാൽ സെക്ഷൻ 138 അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാകുന്നു, ഒരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഒരു വൈദ്യുതി അവിടെ വിച്ഛേദിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, അവിടെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാവും എന്ന് വരുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ചില്ലകൾ എടുക്കാറില്ലേ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ? അങ്ങനെയുള്ളൊരു സെക്ഷനെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ച് സുരക്ഷാ പ്രശ്നമാക്കി മാറ്റിയിട്ടുള്ളത്. അത് വളരെ തെറ്റായ രീതിയാണ്. അദ്ദേഹം തന്നെ അത് പരിശോധിക്കട്ടെ, ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് എന്താണ്? 2 ഉത്തരവുകൾ ഇറങ്ങി. ഒന്ന്, ബിജു പ്രഭാകറിൻ്റെ ഒരു ഉത്തരവ്. 2, ഇന്ന് വൈകിട്ട് സത്യവാങ്മൂലമായിട്ട് തഹസിൽദാറിൻ്റെ വഴിയെത്തിയിട്ടുള്ള ഉത്തരവ്. ഇത് രണ്ടും ഉദ്യോഗസ്ഥ രാജാണ്. ഇത് മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയാത്തത്? ഈ ഉദ്യോഗസ്ഥ രാജ് വേണ്ട രീതിയിൽ ചെറുക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ കുറേ നാളായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൺട്രോൾ ഇല്ലാതിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, അദ്ദേഹം ഒരു തൊഴിലാളി യൂണിയൻ നേതാവാണെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ നടത്തുന്ന രാജിനെതിരെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരും. ഇവിടെ നടന്നിട്ടുള്ളത് നിയമവിരുദ്ധമാണ്. ഇവിടെ നടന്നിട്ടുള്ളത് ഒരു തരത്തിലായിരിക്കാമെന്നല്ല. എന്നോട് രാവിലത്തെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ ഇതേ മന്ത്രിയും ഇതേ ഉമ്മയും നേരിട്ട് സംസാരിക്കുകയും ഉമ്മയ്ക്ക് ആ പ്രശ്നം പരിഹരിക്കാം, അതിനുള്ള പരിശോധിക്കാം എന്ന് വാക്ക് കൊടുത്തു പോവുകയും ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ മിനിസ്റ്ററെ വിളിക്കുന്നു. മിനിസ്റ്റർ ചെയർമാന് നിർദ്ദേശം കൊടുത്തു പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞതിന് ശേഷം മന്ത്രി പോലും പറയുന്നതിന് മുകളിൽ ഉത്തരവിടുകയാണ് ഈ പറയുന്ന ചെയർമാൻ. ഈ പ്രശ്നം നേരത്തെ നമ്മുടെ വക്കീൽ ചോദിച്ചപോലെ, ഇബ്രാഹിം ചോദിച്ചതുപോലെ 7 മണിക്ക് ചർച്ച തുടങ്ങുമ്പോൾ സുരക്ഷ ഒരു വലിയ പ്രശ്നമായിരുന്നു. 7:20 ആയപ്പോഴേക്കും സുരക്ഷാ പ്രശ്നം അവസാനിച്ചു. ബോധ്യപ്പെട്ടോ സർക്കാരിന്? അതായത് ഇത്
ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ കാണുന്നത്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. പരിഹരിക്കപ്പെട്ടുവെങ്കിൽ മറിയുമോ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അജ്മൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, റസാഖ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇത് രാവിലെ പരിഹരിക്കുന്നത് എന്തായിരുന്നു തടസ്സം? അല്ല മറിയുമ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ലെറ്റർ നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ പറയില്ല. എല്ലാ പ്രശ്നങ്ങളും ഈ പറയുന്ന നിയമത്തിന്റെ നൂലിൽ മാത്രമല്ല ഗവൺമെന്റ് എന്ന രൂപത്തിൽ പരിഹരിക്കപ്പെടുക. ചിലപ്പോൾ നിയമത്തെ മറികടന്നുകൊണ്ടും ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായി വന്നത് എം ജി സുരേഷ് കുമാർ. ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ തടഞ്ഞു നിർത്താൻ രാഷ്ട്രീയ നേതൃത്വം അശക്തമാണെന്ന് തെളിയിക്കുന്നു താങ്കളുടെ കൂടെ പാർട്ടിയുടെ ഈ സർക്കാർ. ഈ കഴിഞ്ഞ ഒരു രാത്രിയും ഒരു പകലും മറിയുമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് മറിയുമ്മയടക്കം ഈ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി പല മെഷീനുകളും ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു ഈ ഇൻഹേലർ അടക്കം നെബുലൈസർ അടക്കം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്നുള്ളതാണ്. ഈ റസാക്കിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ മറിയുമ്മ? അതെ, ശരിയാണ്. എനിക്കൊക്കെ നല്ല ഈ ഹോർമോണിൻ്റെ പ്രശ്നമുള്ളത് കാരണം ചൂട് അധികമാണ് ശരീരത്തിന്. അതിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ചില നേരത്ത് ഫാൻ ഒന്നും ഇട്ടാലും മതിയാവില്ല, അത്രക്കും ശരീരത്തിന് ചൂട് വരുന്ന ആളാണ് ഞാൻ. ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് മരുന്ന് ദിവസവും രാത്രി കഴിക്കുന്നുണ്ട്. ചൂട് കൂടാണ് ശരീരത്തിന്. ഫാന് ഇല്ലാതെ ഒന്നും എനിക്കൊന്നും ജീവിക്കാൻ പറ്റൂല. ശരീരം പിന്നെ മരുന്ന് ഇത് മനസ്സിലായില്ല. നെബുലൈസർ അതായത് ശ്വാസമുട്ടിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ മറിയുമ്മ? ഉണ്ട്. എം ജി സുരേഷ് കുമാർ, ശരീരത്തിന് മൊത്തം തന്നെ അസുഖമുള്ള ആൾക്കാരാണ്. ഈ 2 ദിവസം ഈ ഒരു രാത്രിയും 2 പകലും ഈ ആരോഗ്യ പ്രശ്നങ്ങളാൽ അലട്ടുന്ന ഈ കുടുംബത്തെ ബില്ലടച്ചിട്ടും ഇരുട്ടിലിട്ടതിന് ഈ ചെയർമാനും KCBയും എന്ത് നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടത് ശ്രീ സുരേഷ് കുമാർ? അല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ന്യായീകരിക്കുക എന്ന നിലയ്ക്കല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യം കൂടി മാത്രം നിലവിൽ മറിയുമ്പോ നിയമപരമായി എങ്ങനെ വ്യാഖ്യാനിക്കണം, അത് നിയമപരമായി എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നത് തീരുമാനിക്കേണ്ടത് അരുണോ ഞാനോ മാത്രമല്ല, ഈ പറയുന്ന അഡ്വക്കേറ്റും മാത്രമല്ല. അതിന് കൃത്യമായ നിയമവ്യവസ്ഥ ഇവിടെയുണ്ട്. അതിന്റെ ഭാഗമായി കറണ്ട് വന്നോ?